എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങളുടെ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾക്കും അറിയിപ്പുകൾക്കും അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇനി മുതൽ ക്ലാസ്സുകളുടെ സമയം വർദ്ധിപ്പിക്കുകയാണ്. അരമണിക്കൂർ വീതമാണ് ക്ലാസ്സുകളുടെ സമയം വർദ്ധിപ്പിക്കുന്നത്. 9:45 മുതൽ 4:15 വരെ, 8 മുതൽ 10 വരെയുള്ള ക്ലാസുകൾ നടത്തണമെന്നാണ് പുതിയ അറിയിപ്പിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇതുകൂടാതെ UP വിഭാഗത്തിൽ 2 ശനിയാഴ്ചകളും ഹൈസ്കൂൾ വിഭാഗത്തിൽ 7 ശനിയാഴ്ചകളും വർക്കിംഗ് ഡേയ്സ് ആയിരിക്കുമെന്നും സർക്കുലറിൽ പറയുന്നു. ഈ വർഷം മുതൽ കൂടുതൽ ക്ലാസുകൾക്ക് മിനിമം മാർക്കായ 30% എന്ന സമ്പ്രദായം ഉണ്ടാവും. അവസാന പരീക്ഷയിൽ മിനിമം മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ ക്ലാസുകൾ നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നാളെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള എല്ലാം തര ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. നാളെ രാവിലെ 10 മണിക്കാണ് പ്രവേശനോത്സവം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുക. 8:30 മണി മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സ്കൂളുകളിൽ ആരംഭിക്കും. സംസ്ഥാനതല ഉദ്ഘാടന പരിപാടികൾ എല്ലാം വാർത്താ മാധ്യമങ്ങളിലൂടെയും സംപ്രേഷണം ചെയ്യും. നാളെ 44 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുക. ക്ലാസുകൾ തുടങ്ങി ആദ്യ 2 ആഴ്ച വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഓറിയന്റേഷൻ ക്ലാസുകളാണ് നടക്കുക. 2, 4, 6, 8 SSLC വിദ്യാർത്ഥികൾക്ക് പുതിയ പാഠപുസ്തകങ്ങളാണ് ഈ വർഷം മുതൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. നന്ദി.